പത്തിയൂർ ഫാർമേഴ്സ് സർവീസ് സഹകരണ ബാങ്കിന്റെയും ഫാർമേഴ്സ് ക്ലബിന്റെയും സംയുക്താഭിമുഖ്യത്തിൽ ചെണ്ടുമല്ലിപ്പൂവ് കൃഷിരീതിയെപ്പറ്റി ക്ലാസും സെമിനാറും തൈകളുടെ വിതരണവും നടത്തി. ബാങ്ക് പ്രസിഡന്റ് ബിനു തച്ചടി ഉദ്ഘാടനം ചെയ്തു. പത്തിയൂർ ഫാർമേഴ്സ് സർവീസ് സഹകരണ ബാങ്കിന്റെയും ഫാർമേഴ്സ് ക്ലബിന്റെയും സംയുക്താഭിമുഖ്യത്തിൽ ചെണ്ടുമല്ലിപ്പൂവ് കൃഷിയെക്കുറിച്ച് ക്ലാസും സെമിനാറും തൈകളുടെ വിതരണവും നടത്തി. ഇന്ന് നമ്മുടെ ബാങ്കും ഫാർമേഴ്സ് ക്ലബും കർഷക സേവന കേന്ദ്രത്തിന്റെയും കൂടെ സംയുക്തമായ ഒരു തീരുമാനമായിരുന്നു ഒരു പുതിയൊരു സംരംഭം ആരംഭിക്കുക എന്നുള്ളത്. നമ്മുടെ ബാങ്ക് ഇതുവരെ ചെയ്തിട്ടില്ലാത്ത ഒരു പുതിയ സംരംഭത്തിനാണ് ഇന്നത്തെ ഈ ദിവസം തുടക്കം കുറിക്കുന്നത്. ചെണ്ടുമല്ലി കൃഷിയുടെ തൈ നടീൽ ഉദ്ഘാടനമാണ് നടക്കുന്നത്. ഇവിടെ മാർക്കറ്റിൽ തീക്കൊള്ള ആണ് ഓണ സമയത്ത് നമ്മുടെ മാർക്കറ്റുകളിൽ വലിയ വിലയാണ് ഓരോ സാധനങ്ങൾക്കും, പച്ചക്കറി തൊട്ടുള്ള എല്ലാ കാര്യങ്ങൾക്കും. നമ്മുടെ ബാങ്കിന്റെ മുഖേന പച്ചക്കറി ചന്തകൾ നടത്തിയിട്ടുണ്ട്, ഇവിടെ തുടർച്ചയായി നടത്തി വരുന്നു. നിങ്ങളുടെ എല്ലാവരുടെയും സന്തോഷത്തിൽ വളരെ വിലക്കുറവ്, വലിയ ലാഭം എടുക്കാതെ നമുക്ക് നടത്തുന്നവർക്ക് നഷ്ടം കൂടാത്ത രീതിയിലുമായിട്ട് ഒരു സംരംഭമാണ് ഇന്നിവിടെ ആരംഭിക്കുന്നത്. നമ്മൾ ഒരുപാട് ലേബർ കൊടുത്തോ അല്ലെങ്കിൽ ഒരുപാട് കോസ്റ്റ് മുടക്കിയോ ചെയ്യാതെ ഒരു പുതിയ തുടക്കം എന്ന രീതിയിൽ നിങ്ങളുടെ എല്ലാവരുടെയും കൂടെ ഒരു സഹകരണത്തോടെ ഫാർമേഴ്സ് ക്ലബിന്റെയും ഇവിടെ വന്നിരിക്കുന്ന ഇതിനോട് താല്പര്യമുള്ള കൃഷിയിൽ താല്പര്യമുള്ള സഹോദരിമാരുടെയും നമ്മുടെ ജീവനക്കാരുടെയും എല്ലാം ഒരു സംയുക്ത സഹകരണത്തോടു കൂടി വളരെ ചെലവ് കുറഞ്ഞ രീതിയിൽ ഒരു ചെയ്യാൻ പറ്റും എന്നുള്ളതെന്ന് നമ്മൾ പരീക്ഷാ ഘട്ടത്തിൽ തുടങ്ങുകയാണ്. ഫാർമേഴ്സ് ക്ലബ് പ്രസിഡന്റ് പി.വി. അലക്സ് അധ്യക്ഷനായി. ബാങ്ക് പ്രസിഡന്റ് ബിനു തച്ചടി ഉദ്ഘാടനം നിർവഹിച്ചു. അതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇന്ന് ജൂൺ 6 MD സൂചിപ്പിച്ചുകൊണ്ട് ഇന്ന് അന്താരാഷ്ട്ര സഹകരണ ദിനം. പത്തിയൂർ ബാങ്കിനെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ഇന്ന് ഈ കാർത്തിപ്പള്ളി താലൂക്കിൽ സഹകരണ താലൂക്കിൽ ആദ്യമായിട്ട് ആണ് ഈ ഒരു സംരംഭം തുടങ്ങുന്നത്. MD ഇങ്ങനെ ഒരു ആശയം എൻ്റെ അടുത്ത് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു ധൈര്യമായിട്ട് മുന്നോട്ട് പോകും. സാധാരണ ഇത് കൃഷി എല്ലാ പ്രാവശ്യം ഫാർമേഴ്സ് ക്ലബിൻ്റെ മീറ്റിംഗ് വിളിക്കും, 10 തൈ കൊടുക്കും അല്ലെങ്കിൽ വിത്ത് കൊടുക്കും. ഇതുകൊണ്ട് വീട്ടിൽ വെക്കും, ഇത് കിളിക്കത്തില്ല, നടത്തില്ല. ഇതാണ് ഇതിൽ കൂടെ എന്തെങ്കിലും ആളുകൾക്ക് വേറൊരു ടേസ്റ്റ് ഉണ്ടാകുമെന്നാണ് ഞാൻ കണക്കാക്കുന്നത്. അതുകൊണ്ട് ഇതൊരു പുതിയൊരു സംരംഭമാണ്. ബാങ്കിനെ സംബന്ധിച്ച് ഇത് ലാഭമോ നഷ്ടമല്ല നോക്കുന്നത്, പുതിയൊരു തുടക്കം കുറിക്കുകയാണ്. ചിലപ്പോൾ ഇത് ലാഭത്തിൽ വരും, എല്ലാവരും ഞാൻ പോസിറ്റീവായിട്ട് ചിന്തിക്കുന്ന ഒരാളാണ്. ഇത് ലാഭത്തിൽ കിട്ടുന്ന നഷ്ടം എന്തായാലും വരത്തില്ല, വലിയ ലാഭം കിട്ടിയില്ലെങ്കിലും കുഴപ്പമില്ലാത്ത രീതിയിൽ നമുക്കിത് മുന്നോട്ട് കൊണ്ടുവന്നുള്ളൊരു ധൈര്യമുണ്ട്. അങ്ങനെ ഒരു ആണെങ്കിൽ അടുത്ത പ്രാവശ്യം ഇത് വ്യവസായ അടിസ്ഥാനത്തിൽ തന്നെ ഓണം സമയമാകുമ്പം വീണ്ടും ഇതിനെ കൃഷി ചെയ്ത് നല്ല രീതിയിൽ കൊണ്ടുവരാനുള്ളൊരു ഇത് ആണ് ഉദ്ദേശിക്കുന്നത്. ഇതിൻ്റെ യഥാർത്ഥ ഭംഗിയാണെങ്കിൽ ഞാൻ ആദ്യമായിട്ട് ഇത് കാണുന്നത് മൈസൂറിൽ പോയപ്പോൾ, ബാംഗ്ലൂരിൽ പോയപ്പോൾ മൈസൂർ കർണാടകയുടെ ബോർഡർ വിരാജ്പേട്ട എന്ന് പറഞ്ഞ സ്ഥലമാണെന്ന് തോന്നുന്നു. അവിടെ ഇങ്ങനെ പാടങ്ങൾ കിടക്കെ ഒരു 5-8 വർഷം മുമ്പ് ഞാൻ കണ്ടതാണ്. അന്ന് എൻ്റെ മനസ്സിൽ ഇത് സ്ട്രൈക്ക് ചെയ്തതാണ്, നമ്മുടെ നാട്ടിൽ ഇത് എന്താ ഇങ്ങനെ ചെയ്തുകൂടാന്ന്. പക്ഷേ നമ്മളിപ്പം ഇത് ചെയ്യുകയെന്ന് പറയുന്നത് ഇവിടുത്തെ കൃഷി പിന്നെ ഇതുപോലുള്ള ലേബർ കൂലി ഇതെല്ലാം ആലോചിക്കുമ്പോഴത്തേക്ക് നമുക്ക് ഒരിക്കലും ബൈബിളായിട്ട് വരുന്നില്ല. അതുകൊണ്ട് ഇങ്ങനെയൊക്കെയുള്ള അയൽക്കൂട്ടങ്ങളെയൊക്കെ സംഘടിപ്പിച്ച് ഇങ്ങനെയുള്ള ഇപ്പം നമ്മുടെ 10-70 സെന്റില്ല ചെയ്യുന്നത്, അത് തന്നെ നല്ല ഭംഗിയാണ്. അപ്പോൾ ഏക്കർ കണക്കിന് കിടക്കുന്നിടത്ത് പാടത്ത് ചെയ്യുമ്പോൾ എന്തൊരു ഭംഗിയായിരിക്കും എന്നുള്ളത് ഒരു വലിയൊരു കാര്യം ചെയ്യാൻ. കഴിഞ്ഞ വർഷം തന്നെ നമ്മളിവിടുന്ന് പകുതി പിടിക്കുന്ന ഇങ്ങോട്ട് വരുമ്പോൾ അവിടെ ഒരു 5 സെന്റിലാണെങ്കിൽ ചെയ്തേക്കുന്നത്, അത് തന്നെ എന്ത് നല്ല ഭംഗിയായിട്ടാണ് കാണുന്നത്. ഇത് സംസ്ഥാനത്തെ ഏറ്റവും മികച്ച യുവ കർഷകനുള്ള അവാർഡ് നേടിയ SP സുജിത്തിനെ ആദരിച്ചു. ഓണം വിപണി ലക്ഷ്യം വെച്ച് ബാങ്കിന്റെ ആഭിമുഖ്യത്തിൽ 2 ഏക്കറോളം സ്ഥലത്ത് ചെണ്ടുമല്ലിപ്പൂവ് കൃഷി തുടങ്ങിയിട്ടുണ്ട്. ഓണട്ടുകാരുടെ മണ്ണിൽ എന്തും വിളയും. ഇപ്പോൾ ഞാനിപ്പോൾ ചേർത്തലാണ് വരുന്നത്. അപ്പോൾ അവിടെ വെച്ച് നോക്കുമ്പോൾ ഇവിടെ കുറച്ച് അതിൻ്റെ പകുതി എഫർട്ട് എടുത്താൽ മതി, അത്ര നല്ല അടിപൊളി മണ്ണാണുള്ളത്. അപ്പോൾ നമ്മൾ ട്രാക്ടർ ഒരാഴ്ച മുമ്പ് അടിച്ച് നമ്മൾ കുമ്മായി ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനുശേഷം നമുക്ക് മെഷീനറികൾ ഉപയോഗിച്ച് നമ്മൾ വരമ്പെടുത്തിരിക്കുകയാണ്. അപ്പോൾ ആ സമയത്ത് തന്നെ നമുക്ക് ലേബർ നമുക്ക് പരമാവധി കുറക്കാൻ പറ്റും. ഇപ്പം നമ്മളിവിടെ മാനുവലായിട്ടാണ് എടുക്കണമെന്നുണ്ടെങ്കിൽ ഒരു 10 പേരെങ്കിലും ഇല്ലാതെ നമുക്ക് ഈ വരമ്പ് നമുക്ക് എടുത്ത് തീർക്കാൻ പറ്റത്തില്ല. അപ്പം മെഷീനറികൾ ഉപയോഗം പ്രധാനപ്പെട്ടാണ്. അപ്പോൾ നമ്മൾ അടിപൊളിയായിട്ട് നമ്മൾ ചാണകപ്പൊടി, നമ്മൾ കോഴിവളം, ഡോളോമറ്റോ കൊടുത്തുകൊണ്ട് ഏകദേശം ഒരു 35 സെൻറ്റിമീറ്റർ നമ്മൾ ഹൈറ്റിൽ വരമ്പെടുത്തിരിക്കണം. കാരണം വെള്ളക്കെട്ടിൻ്റെ സാധ്യത ഉള്ളതുകൊണ്ടാണ് നമ്മൾ ഇത്ര ഹൈറ്റിൽ നമ്മൾ വരമ്പെടുത്തിരിക്കുന്നത്. അതിനുശേഷം നമ്മളിപ്പം ചെടി നട്ടിരിക്കുന്നത്, പ്രധാനമായിട്ടും ബന്ദിയാണ് നട്ടിരിക്കുന്നത്. ഇതേ മെത്തഡിൽ നമുക്ക് പച്ചക്കറി കൃഷി നമുക്ക് ഈസി ആയിട്ട് നമുക്ക് ചെയ്യാനായിട്ട് പറ്റും. ഇവിടെ നമുക്ക് ബന്ദി ഇപ്പോൾ ഒരു 20 ദിവസം പ്രായമുള്ള ബന്ദിയാണ് ഇപ്പോൾ ഇത്. അപ്പോൾ അതിനുശേഷം നമുക്ക് വീണ്ടും വളം കൊടുക്കാവുന്ന ഒരു 35 ഇനിയിപ്പോൾ നട്ടിട്ട് ഏകദേശം ഒരു
10 ദിവസം കഴിയുമ്പോൾ അതിൻ്റെ വേരൊക്കെ നന്നായിട്ട് കൊടുത്തിറങ്ങും. ആ സമയത്ത് നമുക്ക് ജൈവവളങ്ങൾ നമുക്ക് വീണ്ടും നമുക്ക് ചേർത്ത് കൊടുക്കാം. അതോടൊപ്പം തന്നെ മണ്ണോട് ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ ആ വളം കൊണ്ട് തന്നെ നമുക്ക് ഈ മണ്ണിൽ ഈസിയായിട്ട് കൃഷി ചെയ്യാൻ പറ്റും. പിന്നെ കൂടുതൽ ഫ്ലവർ വേണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് വീണ്ടും ഒരു 15 ദിവസം കൂടുമ്പോൾ നമുക്ക് ഓർഗാനിക് മാറ്റർ ഇട്ട് കൊടുക്കണമെങ്കിൽ ഏറ്റവും നല്ലതായിരിക്കും. ഒരു 35-40 ദിവസം കഴിയുമ്പോൾ നമുക്ക് അത്യാവശ്യം ചാരം അല്ലെങ്കിൽ പൊട്ടാഷ് വളങ്ങൾ നമുക്ക് കൊടുക്കുകയാണെങ്കിൽ നല്ല ഈൽഡ് നമുക്ക് കിട്ടും. നമുക്ക് ഓണക്കാലത്ത് ഏകദേശം ഒരു അത്തം തൊട്ട് തന്നെ നമുക്ക് ഫ്ലവർ ഇവിടുന്ന് നന്നായിട്ട് പറിക്കാവുന്ന രീതിയിലാണ് നമ്മളിവിടെ കൃഷി പ്ലാൻ ചെയ്ത് നടപ്പാക്കിയിരിക്കുന്നത്. അപ്പം ഇത്ര സ്ഥലങ്ങളുള്ളവരാണെങ്കിൽ ഈ രീതിക്ക് കൃഷി ചെയ്യുക. അതോടൊപ്പം തന്നെ ഗ്രോ ബാഗ് ചെയ്യാൻ താല്പര്യമുള്ളവരാണെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞ മെത്തേഡിൽ ഗ്രോ ബാഗ് പകുതി ഫില്ല് കൊണ്ട് വളങ്ങളൊക്കെ ചേർത്ത് കൊടുത്തുകൊണ്ട് നമുക്ക് വീണ്ടും കുറച്ചൊരു ജൈവളങ്ങളൊക്കെ ചേർത്ത് കൊടുത്ത് നമുക്ക് വിജയകരമായിട്ട് ഈ മണ്ണിൽ കൃഷി നമുക്ക് നടപ്പാക്കാവുന്നതാണ്. താങ്ക് യു. അഡ്വക്കേറ്റ് ശ്രീജിത്ത് പത്തിയൂർ, സുശീലൻ തമ്പി, എൻ വിജയകുമാർ, കാർത്തികേയൻ, സിനി ജയകുമാർ, കാർത്തികേയൻ ചൈതന്യ, ദ്രൗപദി സുധ, എൽ മഹാലക്ഷ്മി, സരസൻ, എൻ സദാനന്ദൻ, ബി വിജയകുമാർ എന്നിവർ സംസാരിച്ചു. CDNet ന്യൂസ് കായംകുളം.